Hi friends and welcome back to Ziyas recipes. ഇന്ന് ഞാൻ ഈദ് സ്പെഷ്യലായിട്ട് ഒരു നട്ടി മിൽക്ക് കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്ക്സിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് മിൽക്ക് കേക്ക്. അതിൻ്റെ കൂടെ നട്ട്സും കൂടി ആഡ് ചെയ്തപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു കേക്ക് 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്ക് ഞാൻ 2 kgൻ്റെ വലുപ്പത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഏകദേശം ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക്സിന് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെക്കാം. കേക്ക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അരിച്ചു മാറ്റി വെക്കുക എന്നുള്ളത്. 2 or 3 തവണ ഇതുപോലെ അരിച്ചു മാറ്റി വെക്കാം. മാത്രമല്ല, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കേക്ക്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ കേക്കിൻ്റെ മോൾഡ് സെറ്റ് ചെയ്തെടുക്കലാണ്. നേരത്തെ പറഞ്ഞതുപോലെ 1 kg മെഷർമെൻറ്റിൽ വരുന്ന ഒരു കേക്ക് ഞാനിന്ന് 2 kg വലുപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 kg 10 ഇഞ്ച് വരുന്ന ഒരു മോൾഡിലാണ് ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തും സൈഡ് ഭാഗത്തും ബട്ടർ പേപ്പറും ഓയിലും വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മോൾഡ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിത് ഓവൺ ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു വലിയ സോസ് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോസ് പാനിൻ്റെ താഴ്ഭാഗത്ത് റിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 തവണ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇതുപോലെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. പിന്നെ ബീറ്റിൽ നിന്ന് തട്ടിയാൽ പോലും താഴേക്ക് വരാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഇനി ലോ സ്പീഡിൽ ഇട്ടിട്ട് എഗ് യോക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് യോക്ക് ഓരോന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം എഗ്ഗിന് നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലാണ് ഇതൊക്കെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അതും ലോ സ്പീഡിൽ വേണം ഇട്ട് ചേർത്ത് കൊടുക്കാൻ. നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇളം ചൂടുള്ള മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 തവണ ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ടും സ്ലോലി ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കംപ്ലീറ്റും ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് നേരം മിക്സ് ചെയ്ത് കൊടുക്കരുത്. ബാറ്റർ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിങ് നമ്മൾ നിർത്തി വെക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സോസ് പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഇറക്കി വെക്കാൻ. ഇനി നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എയർസ് ഒന്നും പുറത്തേക്ക് പോകരുത്. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. എന്തായാലും ഒരു 30 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ സോസ് പാൻ്റെ അടപ്പ് തുറക്കാൻ പറ്റുള്ളൂ. ഒരു 35 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സ്റ്റിക്കിൽ ഇതുപോലെ ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുക്കായി വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതേണ്ടത്. എന്നിട്ട് നമുക്ക് ഇത് സോസ് പാനിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ചൂടാറിയതിന് ശേഷം മാത്രം ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ കേക്കിൻ്റെ സൈഡ്സൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വളരെ സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പഞ്ഞി പോലത്തെ ഒരു കേക്കാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് ഫസ്റ്റ് നന്നായിട്ട് ചൂടാറി വരണം. അപ്പോൾ കേക്ക് ചൂടാറി വരുന്ന സമയത്ത് ഈ കേക്കിലേക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞത് ഒരു നട്ടി മിൽക്ക് കേക്കാണല്ലോ. അപ്പോൾ അതിന് നട്ട്സ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പാണ് ഉള്ളത്. അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണോ ഉള്ളത് അതൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് കേക്ക് വെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് സിറപ്പാണ് ആവശ്യം. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്കിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ചൂടാറി ഒന്ന് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ കേക്കിലേക്ക് വെറ്റ് ചെയ്തെടുക്കാൻ. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. അപ്പോൾ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാനിവിടെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ടും കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ 2 ലെയർ മാത്രമാണ് കട്ട് ചെയ്തത്. 3 ലെയർ ആകുമ്പോൾ കേക്കിൻ്റെ കട്ടി എന്ന് പറയുന്നത് വളരെ തിന്നായിരിക്കും. മാത്രമല്ല ഒരുപാട് വിപ്പിംഗ് ക്രീം ആയിരിക്കും അതിലുണ്ടാവുക. അപ്പം വിപ്പിംഗ് ക്രീമൊക്കെ ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ലെയറായിട്ട് കട്ട് ചെയ്യുക. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട്. നന്നായിട്ട് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു സോറി പറയാണ്. അപ്പം സാധാരണ കേക്ക്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വേണം നമ്മൾ മിൽക്ക് കേക്കിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാൻ. കാരണം മിൽക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ മിൽക്ക് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുന്നത്. 1/4 കപ്പ് മിൽക്ക് സിറപ്പാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പകുതി വേണം ഒരു കേക്കിന് വെറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. നല്ല ക്ഷമയോട് കൂടി മാത്രമേ നമുക്കൊരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഫസ്റ്റ് ലെയറിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഐസിങ് നൈഫ് വെച്ചിട്ട് ശരിയാക്കി കൊടുത്തിട്ട് ശേഷം ഇതുപോലെ സൈഡ്സുകളും നീറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അത്യാവശ്യം വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി മിൽക്ക് സിറപ്പ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം മാത്രം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് സൈഡ്സും മുകൾ ഭാഗവും ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം വീണ്ടും അത്യാവശ്യം വിപ്പിംഗ് ക്രീമൊക്കെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഐസിങ് ചെയ്യാമെന്ന് പറഞ്ഞത് വളരെയധികം ക്ഷമയോട് കൂടി മാത്രം ചെയ്യാൻ കഴിയുന്നത് ഒന്നാണ് ഐസിങ്. അപ്പോൾ നല്ല ക്ഷമയോട് കൂടി വളരെ സോഫ്റ്റായിട്ടൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു നട്ടി മിൽക്ക് കേക്ക് ആണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഒന്ന് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഈദിൻ്റെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നട്ടി മിൽക്ക് കേക്ക് ആയിരുന്നു. പിന്നെ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇവിടെ സൗദിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് വരച്ചെടുത്തതാണ്. കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും ഇല്ലാത്തത്. പിന്നെ പേരൊക്കെ സാധാരണ എഴുതുന്ന പോലെ ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നട്ടി മിൽക്ക് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മുന്നൊക്കെ ചെയ്തിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് കേക്ക്സിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് റെസിപ്പീസ് ഉണ്ടായിരുന്നു. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുമ്പം വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ അറിയിക്കാം. പിന്നെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിറ്റേന്ന് ഒരു 5-6 മണിക്കൂർ 6-7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കേക്ക് എത്രത്തോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവുന്നുണ്ടോ അത്രത്തോളം കേക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.